രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഐസിസിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ചർച്ച ചെയ്യണം. സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും സജന പരാതിയിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത്. സനിസ, എന്താണ് സജനയുടെ പരാതി? നിഷാദ്, കഴിഞ്ഞ 2 ദിവസം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മറ്റൊരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ സജന ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ കോൺഗ്രസ് നേതൃത്വത്തിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ രാഹുലിനെ സംരക്ഷിക്കുകയാണെങ്കിൽ പാർട്ടിയെ ഇല്ലാതാകുമെന്ന തരത്തിലായിരുന്നു സജനയുടെ വിമർശനം. ഈ ഒരു വിമർശനത്തിന് ശേഷം സജനയ്ക്ക് നേരിട്ടും അല്ലാതെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഭീഷണി സന്ദേശങ്ങൾ അടക്കം മ്ലേച്ഛമായ രീതിയിലുള്ള കമന്റുകൾ അടക്കം വരുന്ന സാഹചര്യത്തിലാണ് സജന ഈ വിഷയത്തെ തന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ എഐസിസിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയിരിക്കുന്നത്. നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നും ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ചർച്ച ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്നും അകറ്റണം. അതാണ് താൻ ഇത്തരത്തിൽ പ്രതികരണവുമായിട്ട് ജനങ്ങൾക്കിടയിൽ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രതികരണം ഉന്നയിച്ചത് കോൺഗ്രസിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയല്ലെന്നാണ് ഈ സജന സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ എഐസിസിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇതിൽ സജന ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടി എടുത്തത് എന്തിന്? ഇത്തരം ഒരു ആരോപണ വിധേയൻ മാത്രമാണെങ്കിൽ എന്തിന് നടപടിയെടുത്തു? യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും രാഹുൽ രാജിവെച്ചത് എന്തിന്? ഈ ആരോപണങ്ങൾ ശരിയല്ല എങ്കിൽ, ശബ്ദം തന്റേത് അല്ല എങ്കിൽ എന്തുകൊണ്ട് അത് നിഷേധിക്കാനോ നിയമ നടപടിക്കോ രാഹുൽ തയ്യാറാകുന്നില്ല? ഒരു പെൺകുട്ടിയുടെ ശബ്ദരേഖ ഒഴിച്ച് ബാക്കി വന്ന ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ആ വാർത്തകൾ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെയെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ സജന ഉയർത്തുന്നത്. ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഇത്രയും തെളിവുകൾ മുൻപിൽ ഉണ്ടായിട്ടും ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ ശബ്ദരേഖ അടക്കം പുറത്തു വന്ന സാഹചര്യത്തിലും എന്തുകൊണ്ട് രാഹുലിനെ തള്ളാനോ കൊള്ളാനോ പറ്റാത്ത ഒരു നിലയിലേക്ക് നേതൃത്വം പോകുന്നു? അത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ പാർട്ടിക്ക് തന്നെ വലിയൊരു ദോഷമായി വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സജിനെ അടക്കമുള്ളവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് തേടി പോകുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അവരോട് ചോദിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. നിഷ.